ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അത് ഈ CBSE പുനർമൂല്യനിർണ്ണയം, അതിന്റെ പുതിയ അപേക്ഷ ആകെ പ്രശ്നമായിരുന്നു. എന്തായാലും 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ വെബ്സൈറ്റിന് നേരെയുള്ള സൈബർ ആക്രമണം തടഞ്ഞെന്നാണ് ഇപ്പോൾ CBSE അറിയിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായത്. പുനർമൂല്യനിർണ്ണയത്തിനായി ഇതുവരെ 56,000-ലധികം വിദ്യാർത്ഥികളാണ് അപേക്ഷകൾ സമർപ്പിച്ചത്. വിനിത വിജി വിവരങ്ങൾ ചേരുന്നു. വിനിത, ഒരു ചെറിയ വിദ്യാർത്ഥി എന്താണ് ഈ ബഗ് പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് IIT റൂർക്കി തിരുത്തി നമുക്ക് ചെയ്തതാണ്. IIT റൂർക്കി ആ വിദ്യാർത്ഥി അഭിനന്ദിക്കുക ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ നിരന്തരം ഈ സൈബർ അറ്റാക്ക് ആണെങ്കിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താണ്? ഇത് കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമാണ്. വിനീത, ഹാഷ്മി, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ പോർട്ടലിന് നേരെ സൈബർ ആക്രമണ ശ്രമം ഉണ്ടായത്. അതിനെ പ്രതിരോധിച്ചു എന്നാണ് CBSE തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയൊരു ആക്രമണ ശ്രമമായിരുന്നു അതെന്നും CBSE തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് രണ്ടാം തവണയാണ് പോർട്ടലിന് നേരെ ഇത്തരത്തിലേക്ക് സൈബർ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. നേരത്തെയും ഈ പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയും സമാനമായിട്ടുള്ള രീതിയിൽ സൈബർ ആക്രമണ ശ്രമം നടന്നതായി CBSE തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ കേന്ദ്ര സൈബർ സുരക്ഷാ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും കുറ്റക്കാരെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും സമാനമായിട്ടുള്ളൊരു ആക്രമണ ശ്രമം നടന്നിരിക്കുന്നത്. അതിനെ പ്രതിരോധിച്ചു എന്ന് തന്നെയാണ് CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനോടകം 56,000-ലധികം വിദ്യാർത്ഥികൾ അവരുടെ പുനർമൂല്യനിർണ്ണയത്തിനും മറ്റുമുള്ള അപേക്ഷകൾ വിജയകരമായി അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞുവെന്നും CBSE അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാകാത്ത തരത്തിൽ ഈ പോർട്ടലിലുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ഉറപ്പാക്കുമെന്നും CBSE ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.